സാർ ജ്യൂസ്. ബ്രോ ഒരു സ്പൂൺ. ഓക്കെ സാർ. സാർ ആ എന്താടാ? ആ ഞാൻ ഇവിടെയുണ്ട്. പൊളേട്ടാ സ്ഥിരമായിട്ടല്ലേ? ആടെ മോനെ. നീ പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്നെ കൊണ്ട് പറ്റും. എല്ലാം ഓക്കെ ആവുന്നേ. ടെൻഷൻ വരുമ്പോ നീ എന്നെ ഓർത്താ മതി. ക്ലോസ് യുവർ ഐസ്. எப்படி இருக்கு? ആ ഇതപ്പ അതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടായിട്ട് എന്നാ സുമ്മാവാ. എന്നാലും എടാ അത് നമ്മുടെ അമലിന്റെ സെറ്റ് ചെയ്ത. ആ പൊളിച്ച്. ഞാനാണ് രാവിലെ വാങ്ങിക്കണം ഓർത്താ, പിന്നെ തിരക്കിനെല്ലാം മറന്നുപോയി. നീ മുത്താണ്. നീ താണ്ടി ഉണ്മയാണ് പൊണ്ടാട്ടി. നീ എന്നെ കുടിപ്പിച്ച് കൊല്ലോ. ഓഹോ നീ ഒഴിക്കടി മോളെ എന്നാ. അതെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. ഇനി നീ അടിച്ച് ഓഫാവോ? പിന്നെ ഒരു ഗ്ലാസ് ബിയർ അടിച്ചാൽ ഓഫാണ്. അതെ ഒരു ഗ്ലാസ്സാ. 3 ബിയർ ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു ഗ്ലാസ്സേ അടിച്ചിട്ടുള്ളൂ. ബാക്കിയോ? 3 ആ സാറില്ല. നിന്നെ 6 വർഷം പ്രേമിച്ചിട്ട് ഒടുക്കം കിട്ടിയ ദിവസമല്ലടി. പിന്നല്ല. കല്യാണ രജിസ്റ്റർ ഓഫീസിൽ വീട്ടുകാരുമില്ല. ജാതി മതം പണം. നീ അത് വിട്ടേ, നമുക്ക് നടക്കാൻ പോയല്ലോ. ഈ രാത്രി 11 മണി 12 സമയത്തൊക്കെ പോണോ? അതിനിപ്പോ എന്താ? വാ. പറഞ്ഞോ. ഏയ് ഇല്ല അത് നടക്കൂല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ നിങ്ങളടുത്ത്. നീ കോള് കിട്ടിയത്. ആടാ പറയ്. നീ എവിടെയുണ്ട്? ആ ഞാൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. അടുത്ത ആഴ്ച എന്തായാലും അങ്ങോട്ട് വരും. വരും. പോളെ ആ പോളെ എന്താ ഞാൻ വിളിക്കാന്ന്. എന്താ പറ്റിയേ പോളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ പോളെ?
കാക്കനാട് ഐ പാർക്കിന് സമീപം രാത്രി വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായി ആരോപിക്കപ്പെട്ട പോൾസൺ, ജിസൺ എന്നിവരെ തെളിവിന്റെ അഭാവത്തിൽ വെറുതെ വിട്ടു കോടതി. ഇവർ കൃത്യം ചെയ്തു എന്ന് തെളിയിക്കത്തക്ക വിധമുള്ള തെളിവുകളുടെ അഭാവത്തിലാണ് ഇത്തരത്തിൽ ഒരു കോടതി വിധി. കേരളത്തിലെ പ്രമുഖ വ്യവസായി ജോർജിന്റെ മകനാണ് കുറ്റം ആരോപിക്കപ്പെട്ട പോൾസൺ. സ്ത്രീകൾക്ക് രാത്രി ഇറങ്ങി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാകുകയാണോ എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വെച്ച ഒരു കേസാണിത്. ഹലോ, പോലീസ് സ്റ്റേഷൻ. അങ്ങനെ അത് കഴിഞ്ഞു അല്ലേ? നീ ഇപ്പം എൻ്റെ കിട്ടിയോനാ. പോയേ എന്താ മോനെ, നിനക്ക് ഇപ്പോഴും ടെൻഷൻ ഉണ്ടോ? ഉണ്ടോന്നാ ആലോചിച്ചിട്ട് തന്നെ കൈയും കാലം പറക്കാണ്. ഉണ്ടായിരുന്ന ജോലി ഒരെണ്ണം പോയിട്ട് മാസം ഒന്ന് കഴിഞ്ഞ് കയ്യിലാണ് 5 പൈസ ഇല്ല. നിനക്കറിയാല, ഇപ്പം തന്നെ ഈ ഫ്ലാറ്റ് കിട്ടിയത് അരുണിൻ്റെ ഫാമിലി ബാംഗ്ലൂർ പോയതുകൊണ്ടാണ്. നീ എന്ത് കണ്ടിട്ടാടി എൻ്റെ കൂടെ ഇറങ്ങി വന്നത്? എടാ ചെക്ക, നീ ഒന്ന് കൂളായേ. എല്ലാവരുടെയും ലൈഫിലുണ്ടാവും ഇതേപോലെ ഉയർച്ചയും താഴ്ചയൊക്കെ. പിന്നെ നമുക്കിപ്പോൾ ഇച്ചിരി ബാഡാണ്, അത്രയല്ലേ ഉള്ളൂ. കുറച്ച് ലേറ്റ് ആയാലും നിനക്കൊരു ജോലി കിട്ടാണ്ടിരിക്കില്ലല്ലോ. ഞാനും ഒരു ജോലി നോക്കാം, നമുക്ക് രണ്ടുപേർക്കും കൊണ്ടൊരു ജോലി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടി പെണ്ണെ, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കറിയാവോ? വേറെ വഴിയില്ലല്ലോ. ഒരു മിനിറ്റ്, നീ ഇപ്പം പറഞ്ഞാലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഒന്ന് പോയടോ ഒന്ന്. ആ ഒന്ന് പറയണ്ട കൊച്ചേ. നീ പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്നെ കൊണ്ട് പറ്റും, എല്ലാം ഓക്കെ ആവുന്നേ. ടെൻഷൻ വരുമ്പോൾ നീ എന്നെ ഓർത്താൽ മതി. ക്ലോസ് യുവർ ഐസ്.